സിനിമകളുടെ കാസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ക്രൂ കാണുന്ന സമയത്തിന് നമുക്ക് ആ സിനിമയൊന്ന് പോയി കാണണമെന്നുള്ള തോന്നൽ ഉണ്ടാവാറുണ്ട്. ഈ അടുത്ത കാലത്ത് എനിക്ക് അങ്ങനെ ഒരു തോന്നൽ ശക്തമായി തോന്നിയ ഒരു മൂവിയാണ് സൂക്ഷ്മദർശിനി, സ്റ്റാറിംഗ് നസ്രിയ നസീം ആൻഡ് ബേസിൽ ജോസഫ്. ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ ഒരു കോംബോ തന്നെയാണ്. നസ്രിയ ആയിക്കോട്ടെ ബേസിൽ ആയിക്കോട്ടെ പ്രേക്ഷകരുടെ മനസ്സിൽ പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥാനമുള്ള രണ്ട് അഭിനേതാക്കളാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഒന്നിച്ചുള്ള ഇന്റർവ്യൂസ് പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്നപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് ഒരു മിനിമം ഹൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഈ സിനിമ ഏത് തരത്തിലാവും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചില കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. കാരണം പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ട്രെയിലർ തന്നെ ആണെങ്കിലും എവിടെയൊക്കെയോ എന്തൊക്കെയോ മിസ്റ്റീരിയസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ അതുകൊണ്ട് തന്നെ എന്തായാലും ആദ്യ ദിവസം തന്നെ പോയി കാണണം എന്നുള്ള ഒരു തോട്ടായിരുന്നു എനിക്ക്. അങ്ങനെ ഞാനിത് കുറച്ച് വൈകുന്നേരത്തെ ഒരു ഷോയാണ് കാണുന്നത്. ഷോ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴത്തേക്ക് തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി, എന്തായാലും ഈ സിനിമ ഈ പ്രാവശ്യത്തെ ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിക്കുമെന്ന്. ഈ വാക്കുകൾക്കുള്ളിൽ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ എ യുണീക് ത്രില്ലർ എക്സ്പീരിയൻസ് വിത്ത് ദ ബെസ്റ്റ് പെർഫോമൻസ്. എനിക്കിതിൽ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് നസ്രിയയുടെ പെർഫോമൻസ് ആണ്. എന്തുകൊണ്ട് നസ്രിയയുടെ പെർഫോമൻസ് ഇത്രയധികം ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നസ്രിയയുടെ പ്രിയദർശിനി എന്നുള്ള കഥാപാത്രത്തെ അതിന്റെ എഴുത്തുകാരൻ ചിട്ടപ്പെടുത്തിയ രീതി തന്നെയാണ്. സാധാരണക്കാരി ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് നസ്രിയ. സാധാരണ നസ്രിയെ കാണിക്കുന്നത് ഓവറായിട്ടുള്ള ഒരു ബബ്ലിനെസ്സോ ക്യൂട്ട്നെസ്സോ അങ്ങനത്തെ ഒരു ക്യാരക്ടറേ അല്ല ഇതിലെ നസ്രിയ. നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധാരണക്കാരിയായിട്ടുള്ള ഒരു യുവതി. അപ്പോൾ ഏകദേശം ഒരു സ്മാർട്ടായിട്ടുള്ള എന്നാൽ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ, കൂടുതൽ കാട്ടിക്കൂട്ടലുകളൊന്നുമില്ലാത്ത ഒരു സാധാരണക്കാരി. പക്ഷെ ഈ സാധാരണക്കാരി എങ്ങനെ ഒരു അസാധാരണ രീതിയിലേക്ക് മാറുന്നു, അല്ലെങ്കിൽ ആ സാധാരണക്കാരി എങ്ങനെ ഒരു ഹീറോയിനായി മാറുന്നു എന്നുള്ളതാണ് ഈ ഒരു സിനിമയിലുടനീളം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബേസിൽ ജോസഫ് തന്നെയാണ്. ബേസിൽ എന്നുള്ള നടന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്ക് അത്രത്തോളം ജനപ്രിയനാണെന്നുള്ളത് ഈ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. എല്ലാ സിനിമയിലും ഇന്റർവ്യൂസിലൊക്കെ പറയാൻ നമ്മുടെ ബേസിലിന്റെ മുഖം കാണുന്ന സമയത്ത് നമുക്കൊരു ഇഷ്ടവും വരും. എന്നാൽ സമയം ജയലൊക്കെ ചെയ്ത പോലത്തെ കഥാപാത്രങ്ങൾ ഒറ്റ അട്ടി കൊടുക്കാനും തോന്നും. അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിലേയും കൂടുതലൊന്നും പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ഒരു ഫ്ലോ ഒക്കെ അങ്ങോട്ട് പോവും. അതുകൊണ്ട് ഞാൻ ഇതിനെ സ്പോയിൽ ചെയ്യുന്നില്ല. നിങ്ങൾ തന്നെ എന്തായാലും പോയി കാണാം. പക്ഷെ ഇതിൽ എനിക്ക് എടുത്തു പറയാനുള്ളത്, ബേസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേഴ്സറ്റൈൽ ആക്ടർ തന്നെയാണ് കേട്ടോ. അദ്ദേഹം ഓരോ സമയത്തും ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ പിടിക്കുന്നു. ആ കഥാപാത്രങ്ങളിലൂടെ നമ്മളെല്ലാവരെയും ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്കിതിൽ ഏറ്റവും മികച്ചതായി തോന്നിയിരിക്കുന്നത്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. നമ്മൾ വിചാരിക്കാത്ത രീതിയിലാണ് ഇതിൻ്റെ കഥ പോകുന്നത്. 2-2.25 മണിക്കൂർ കൃത്യമായിട്ട് ഇങ്ങനെ ത്രില്ലടിച്ചുകൊണ്ട് എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ പോകും. പ്രേക്ഷകർ ചിന്തിക്കുന്ന ഭാഗത്ത് കൂടി ഒന്നും ആയിരിക്കില്ല ലാസ്റ്റ് അവസാനം കഥ പോകുന്നുണ്ടാവുക. ചില ആളുകൾക്ക് ചിലപ്പോൾ വേണമെങ്കിൽ പ്രിഡിക്റ്റ് ചെയ്യാം. എന്നാലും ഒരു പരിധി വരെ വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു കഥയാണ്. കിഷ്കിന്ധാ കാണ്ഡത്തിന് ശേഷം ഈ ഒരു ജേർണലിൽ എനിക്ക് ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സിനിമ കൂടിയാണ് നമ്മുടെ സൂക്ഷ്മദർശിനി എന്ന് പറയുന്നത്. സൂക്ഷ്മദർശിനി എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമുക്ക് പല തോട്ട് ഉണ്ടാവാറുണ്ട്. നമ്മൾ സൂക്ഷ്മമായിട്ട് ഓരോ കാര്യങ്ങളെ വീക്ഷിക്കുമ്പോൾ ആക്ച്വലി സ്റ്റോക്കിംഗ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സൂക്ഷ്മദർശിനി എന്നുള്ള സിനിമ എന്ത് കഴിഞ്ഞാലും ഈ പ്രാവശ്യത്തെ ഹിറ്റ് ലിസ്റ്റുകളുടെ ചാർട്ടിൽ ഇടം പിടിക്കാൻ പോകുന്ന ഒരു സിനിമ തന്നെയാണ്. നിങ്ങൾക്ക് 2-2.25 മണിക്കൂർ നിങ്ങളുടെ ഫാമിലിയായിട്ട് വളരെയധികം ത്രില്ലിംഗ് ആയിട്ട് കണ്ടു വെക്കാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ് സൂക്ഷ്മദർശിനി എന്ന് പറയുന്നത്. ഡയറക്ടർ എം സി എന്നാണ് എഴുതി കഴിയുന്നത്. MC ജീവൻ വളരെ രീതിയിൽ അത് കൊണ്ടുപോയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ വേണമെങ്കിൽ പാളിപ്പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ തന്മയത്തോടെ ചെയ്തിട്ടുണ്ട്. ഹ്യൂമറിന് അതിൻ്റെതായിട്ടുള്ള റോളുണ്ട്. പക്ഷെ എനിക്കിതിൽ ഏറ്റവും എടുത്ത് പറയാൻ വേണ്ടി പറ്റിയൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിലെ ഹ്യൂമർ നമ്മളിപ്പോൾ ആ ഒരു നസ്രിയ ബേസിൽ കോട്ടേറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഹ്യൂമർ ടൈപ്പേ അല്ല ഈ സിനിമയിലെ ഹ്യൂമർ എന്ന് പറയുന്നത്. ഇറ്റ്സ് മോർ ഇൻ ടു ഡാർക്ക് ഹ്യൂമർ. ആ ഡാർക്ക് ഹ്യൂമറൊക്കെ വർക്ക് ആവുന്നുണ്ട് നല്ല രീതിയിൽ. സിദ്ധാർത്ഥ് ഭരതൻ അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി സിദ്ധാർത്ഥ് ഭരതനും ഇതിൽ ആ ഒരു ഡാർക്ക് ഹ്യൂമർ വർക്ക്ഔട്ട് ആവുന്നതിൽ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രമാണ്. വേറെയും ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. കൂടുതൽ അവരെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല, കാരണം അവർക്കൊക്കെ ശക്തമായിട്ടുള്ള റോൾസ് ഉണ്ട്. അതേപോലെ പ്രേമലുവിലെ നടി, അതേപോലെ പൂജ, കുറേ ആളുകൾ ഇതിൽ വന്നു പോകുന്നുണ്ട്. അവർക്കൊക്കെ അവരുടേതായ കുട്ടി റോളാണെങ്കിൽ പോലും വളരെ സ്പേസ് കൊടുത്തിട്ട് തന്നെയാണ് സംവിധായകൻ ചെയ്തിരിക്കുന്നത്. സൂക്ഷ്മദർശിനി ഇസ് എ ക്ലീൻ എൻ്റർടൈനിങ് യുണീക് ത്രില്ലർ. നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള തിയേറ്ററുകളിൽ പോയി വാച്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ റിവ്യൂവിനെ കമൻറ്റ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക. നമ്മുടെ എല്ലാവർക്കും തുറന്ന് സംസാരിക്കാനുള്ള ഒരു സമയം കൂടെയാണ്. ചിലപ്പോൾ എനിക്ക് വർക്കായ രീതിയിലായിരിക്കണം എന്നില്ല നിങ്ങൾക്ക് വർക്കായത്. നിങ്ങൾക്ക് ഈ റിവ്യൂയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ കൃത്യമായ രീതിയിൽ എഴുതാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.